മുസ്ലിം ലീഗ് അവർ സ്ഥലം ഏറ്റെടുക്കുന്നത്, അതായത് സെന്റിന് 30,000 രൂപ വിലയുള്ള ഭൂമി അവർ 1.25 ലക്ഷം ഇതിനാണ് അവരത്, അതായത് മതിപോലെ കൂട്ടിയാണ് അവർ വാങ്ങുന്നത്. അങ്ങനെ അതായത് നിങ്ങൾ നോക്കൂ, ഒരു സെന്റ് ഭൂമിക്ക് 1.25 ലക്ഷം വെച്ചിട്ടാണ്. ഇതുപോലും കണക്കുണ്ട്. പക്ഷെ ഇവർ ഇത്ര ഏക്കർ ഭൂമി ഇത്ര കോടിക്ക് വാങ്ങി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സെന്റിന് എത്ര, ഞങ്ങൾ ഇതിൻ്റെ ഒന്നും കൃത്യമായ കണക്ക് ഇവർക്കില്ല. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, അവർ വീട് കൊടുക്കുമെന്ന് പറഞ്ഞു, 105 വീടുകൾ പറഞ്ഞു, അതിൽ 51 വീടുകളുടെ പണി പൂർത്തിയാക്കി ആളുകൾ കയറി താമസിച്ചു തുടങ്ങി. അതായത് താക്കോൽദാനം ചെയ്തു, താക്കോൽ നൽകി ആളുകൾ താമസം തുടങ്ങി. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയാണ്, ഫർണിച്ചർ അടക്കമുള്ള ഗ്രൈൻഡറും ഫർണിച്ചറും അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി ആളുകൾ അവിടെ താമസം തുടങ്ങി എന്നുള്ളതാണ് അതിലെ കാര്യം. ഇവിടെ ഇപ്പം ഇവർ CPM-നെയും DYFI-നെയും ഒക്കെ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ കണക്ക് പുറത്തുവിടൂ എന്ന് പറയുന്നു. ഇവരൊക്കെ കണക്ക് പുറത്തുവിട്ടിട്ടും യൂത്ത് കോൺഗ്രസിനും ഇത്രയും കാലം കണക്ക് പുറത്തുവിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ കാര്യം. മുസ്ലിം ലീഗ് പറയുമ്പോൾ കോൺഗ്രസിന്റെ അത്ര എത്രയോ ചെറിയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മലബാറാണ് അവരുടെ ഒരു സ്വാധീന ഏരിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഇത്ര കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ഇപ്പം അവർ പറയുന്നുണ്ട് അവർക്ക് സർക്കാരിൻ്റെ സഹായം, ഇപ്പം ഭൂമി തരം മാറ്റുന്നതിലൊക്കെ അവർ സർക്കാരിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതായത് സർക്കാരിനോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ ചെയ്തതെന്നുള്ള കാര്യങ്ങളടക്കം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഒന്നിനും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട